ഹസൻ മുബാറക് SFI നേതാവിനോടൊപ്പം ചേരുന്നു. ഹസൻ മുബാറക്, ഇപ്പൊ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് വന്ന് തിരിച്ചു പോകുമ്പോൾ സമരത്തിന്റെ ചൂട് എന്താണെന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്ന കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെ പരിധി വിട്ട് ആക്ഷേപിക്കുന്നു, വല്ലാത്ത വൃത്തികേടുകളൊക്കെ എഴുതി വെക്കുന്നതാണ് BJP പ്രതിനിധിയുടെ ഒരു പ്രധാന ആക്ഷേപം. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹലോ, ഞാൻ കേൾക്കുന്നു ഹസൻ. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ BJPയുടെ പ്രതിനിധി പരസ്പര ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത് കേട്ടു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പിന്നീട് പ്രതികരിക്കാം. SFI ഇപ്പോ വലിയ കോൺഫിഡൻസിൽ തന്നെയാണ്. കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ, കേരളത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തോടൊപ്പം കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അണിനിരക്കുന്നു എന്നുള്ള ആശാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് കാണാൻ വേണ്ടി കഴിയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ദിനരാത്രങ്ങളായി. ഈ 3 ദിനരാത്രങ്ങളിലും ഞങ്ങളോടൊപ്പം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 7 മണിയോടുകൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകേണ്ട ഗവർണർക്ക് 5:30 വാലും ചുരുട്ടി ഓടേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരതീക്ഷ്ണതയുടെ ഭാഗമായി സമരച്ചൂട് ഏറ്റതുകൊണ്ട് തന്നെയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 7 മണിക്ക് യാത്ര തിരിക്കേണ്ട ഗവർണർ 5:30 തന്നെ യാത്ര തിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ഗസ്റ്റ് ഹൌസിന്റെ കേവലം 10 മീറ്റർ ചുറ്റളവിലുള്ള സെമിനാർ ഹാളിലേക്കടക്കം 100 കണക്കിന് പോലീസുകാരുടെ അകമ്പടിയല്ലാതെ സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഗവർണർ മാറിയെങ്കിൽ അത് കേരളത്തിലെ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരതീക്ഷ്ണതയുടെ ചൂടേറ്റതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിനകത്തുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കോൺഫിഡൻസിൽ തന്നെയാണ് വരും സമര പോരാട്ടങ്ങൾ നടത്താൻ വേണ്ടി ആലോചിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി, ഞാൻ ചർച്ചയിൽ വളരെ നേരം വൈകിട്ടാണ് കയറിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് നിന്നും പങ്കെടുക്കുന്നത് കാരണം ഇവിടെ സാങ്കേതിക തകരാറുകളും അതുപോലെ തന്നെ ചില റേഞ്ച് പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആദ്യം നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും തന്നെ കേൾക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കേട്ട സമയം മുതൽ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച 2 സർവകലാശാലകളുടെയും സെനറ്റിലേക്ക്, ഇവിടെ ഞങ്ങൾ സമരം ആരംഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ്, 2 സർവകലാശാലകളുടെയും സെനറ്റ് പട്ടികയിലേക്ക് വൈസ് ചാൻസലർ കൊടുത്ത പട്ടികയെ വെട്ടിനിരത്തി ഈ പറയുന്ന രീതിയിൽ ഗവർണർ തന്നിഷ്ടക്കാരെ നിയമിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായപ്പോഴാണ്. അല്ലാതെ SFIക്ക് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഏതെങ്കിലും അശരീരി വന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി തുടങ്ങിയതല്ല. കേരളത്തിലെ 2 പ്രധാനപ്പെട്ട സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാർ അതതു മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് കൊടുത്തയച്ചപ്പോ അത് രാജ്ഭവനിലെ ശീതീകരിച്ച മുറിയിലിരുന്നു കൊണ്ട് RSSന് വേണ്ടി തലങ്ങും വിലങ്ങും വെട്ടി പന്തളത്തെ NSS കോളേജിലെ ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെ പേര് ബഹുമാന്യനായിട്ടുള്ള ചാൻസലറുടെ കയ്യിലേക്ക് എങ്ങനെയാ എത്തിയത്? കേരളത്തിൽ രാജ്ഭവന്റെ ശീതീകരിച്ച മുറിയിലിരുന്ന് മാത്രം പരിചയമുള്ള കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന്റെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചാൻസലർക്ക് എങ്ങനെയാണ് പന്തളം NSS കോളേജിലെ ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെ പേര് സെനറ്റിലേക്ക് എഴുതാൻ വേണ്ടി ഏത് കേന്ദ്രത്തിൽ നിന്നാണ് കൊടുത്തത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി മണ്ഡലം സെനറ്റ് അംഗമായി ഗുരുവായൂരപ്പൻ കോളേജിലെ ABVPയുടെ പ്രസിഡന്റിനെ അന്നാ വിചാരിക്കുക ഈ പറഞ്ഞ ആളുകളൊക്കെ ആ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളാണെന്ന്. വൈസ് ചാൻസലർ കൊടുത്ത 1ാം റാങ്കുകാരെയും കലാപ്രതിഭകളെയും കായിക പ്രതിഭകളെയും വെട്ടിനിരത്തി ഈ പന്തളം NSS കോളേജിലെയും ഗുരുവായൂരപ്പൻ കോളേജിലെയും ABVPയുടെ ഭാരവാഹികളുടെ ലിസ്റ്റ് അത് എങ്ങനെ ഗവർണറുടെയും ചാൻസലറുടെയും കയ്യിലെത്തി എന്ന ചോദ്യത്തിന് ഈ നിമിഷം വരെ മറുപടി പറയാൻ വേണ്ടി ബഹുമാന്യനായിട്ടുള്ള ചാൻസലർ തയ്യാറാകുന്നില്ല. ആ ഘട്ടത്തിലാണ് ഞങ്ങൾ സമരം ആരംഭിക്കുന്നത്. എന്തേ മറുപടി പറയാൻ വേണ്ടി തയ്യാറാകാത്തത്? SFIക്കെതിരെ വലിയ വായിൽ SFIയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ചാൻസലർക്ക് ഒരു ജനാധിപത്യ മര്യാദയുണ്ടെങ്കിൽ ഞാൻ തന്ന ലിസ്റ്റ് ഇന്ന കേന്ദ്രത്തിൽ നിന്നുള്ള ലിസ്റ്റാണ്. ഞാൻ ഈ പറയുന്ന പന്തളത്തെ NSS കോളേജിലെ ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റ് ചാൻസലറിന്റെ മാമന്റെ മകനല്ലല്ലോ. ABVPയുടെ ഗുരുവായൂരപ്പൻ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് ഈ പറഞ്ഞതുപോലെ ഇളയച്ചന്റെ മകനല്ലല്ലോ. ഈ പറഞ്ഞ ആളുകളെയൊക്കെ ചാൻസലർ എങ്ങനെ നിയോഗിച്ചു എന്നതിന് ജനാധിപത്യപരമായ രീതിയിൽ മറുപടി കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ 3.5 കോടി മലയാളികൾക്കും മുമ്പിൽ പറയാൻ കഴിയാത്ത ഒരു ചാൻസലർ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷോവർക്കിനെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ സമരം ചെയ്യാനാണ് തന്നെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവുമില്ല.
ഞങ്ങൾ അതിതീക്ഷ്ണമായ സമരം തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഈ നിമിഷത്തിൽ ഞങ്ങൾ പ്രതികരിക്കുന്നത്.